അങ്ങനെ ഒരു ദിവസം ഈ കാണുന്ന എന്റെ സുന്ദരിയായ മരതകത്തെ ഞാൻ അമ്പലത്തിന്റെ അവിടെ വെച്ച് കാണുക. അങ്ങനെ ഞങ്ങൾ കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു. അങ്ങനെ 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 ഞങ്ങൾ ഇഷ്ടത്തിലായി. അവസാനം ഞങ്ങൾ കല്യാണവും കഴിച്ചു. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞ എന്നെ ഇവൾക്ക് കിട്ടാൻ അവളല്ലേ കാരണം. അപ്പൊ ഭയങ്കര ട്വിസ്റ്റായി പോയല്ലോ ഉത്തമ നിന്റെ ജീവിതം. അല്ല പിന്നെ എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ? അതായത് ഗട്ടറിൽ വീഴാതെ വണ്ടി വെട്ടിച്ചപ്പോ കൊക്കെ വീണ പോലെ അല്ലേ അമ്മ? ഷാഹിന അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എടാ ഉത്തമ, അപ്പൊ മക്കള് അവളെ പേടിച്ചിട്ടാണോ നാട് വിട്ടു പോയത്? അതെ അമ്മേ. ആണോ? പിന്നെ എന്തിനാണ് കുത്ത കിട്ടവനെ നീ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയത്? അത് ഞങ്ങൾ ഈ ഒളിച്ചോടി പോണ മക്കൾക്ക് ഒരു ശീലമുണ്ട്. ഒന്നല്ലേ അമ്മയുടെ മാല പൊട്ടിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ കുറിക്കാശ് അടക്കാതെ പോകണം. ഞങ്ങളല്ലാതെ അവിടെ ചെന്ന് പട്ടണം കിടന്ന് ആവാൻ പറ്റുമോ? അതാണ് ഞാൻ മാല പൊട്ടിച്ചോണ്ട് പോയത്. അതെ, നിങ്ങൾ നാട് വിട്ട കഥ ഞാൻ ഒരുപാട് കേട്ടിരിക്കും. മര്യാദയ്ക്ക് അവളെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ മരതകാരാന്ന് നിങ്ങൾ അറിയും. എന്റെ പൊന്നു മരതകം, എനിക്ക് കുറച്ച് ടൈം താ. ടൈം ഒന്നും കൊടുക്കൂല, അവളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞേക്കണം. ഇവളാരാടാ? കള്ളിയങ്കാട്ട് നീലിയോ? ഇവളെ വെച്ച് നോക്കുമ്പോ കല്യാൺകെട്ട് നീലിയൊക്കെ എന്ത് പാവോന്നറിയാമോ? അതെ, നീ ചെന്ന് ബഹളം വെക്കാനൊന്നും നിൽക്കണ്ട. സമാധാനമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. സമാധാനമായിട്ട് എതുക്ക് പേസണം, ഞാൻ അവളോട് സംസാരിക്കാം. ഉത്തര എന്താ ഉത്തമേട്ടാ വിളിക്കുന്നു? നീ ഇവിടുന്ന് പോവൂലെന്ന് എൻ സീതമാക്കിട്ട് സൊല്ലിയാച്ചാ? സൊല്ലിയാച്ച് ഞാനിവിടുന്ന് പോകുന്നില്ലല്ലോ, അതിന് നിനക്കെന്താണ് പ്രശ്നം? അതെ ഉത്തമേട്ട, ഇവളെ അങ്ങ് തമിഴ്നാട്ടിലോട്ട് പാക്ക് ചെയ്ത് തരും. അതൊക്കെ ഞാൻ പറഞ്ഞു വിടാം. അതെ, നീ ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോകും. അയ്യോ, ഞാൻ പോകുന്നില്ല. ഇനി മുതൽ ഇതല്ലേ വീട്, ഞാൻ ഇവിടെയാ താമസിക്കാൻ പോന്നെ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇവിടെ നിൽക്കണോ? അതല്ലേ നിന്നോട് പറഞ്ഞ തമിഴ്നാട്ടിലോട്ട് പൊക്കോളാൻ. അതെ, ഒന്നിങ്ങി വാ. സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതെ, ഇനിയെങ്കിലേ എന്റെ ഉത്തമേട്ടന്റെ ജീവിതത്തിലൊരു തടസ്സമാണ്ട് തമിഴ്നാട്ടിൽ പോയി തങ്ങ് പൊക്കൂടെ? എടി, ഞാൻ ഇതൊക്കെ തമിഴ്നാട്ടിൽ പോണോ? മാമ ഇല്ലാതെ ഞാൻ എങ്ങനെയും പോവില്ല. അതെ, ഉത്തമേട്ട ഇവളോട് പോവാൻ പറ. എടി, ഇങ്ങോട്ട് മാറി. മാമ, ഞാൻ ഇവിടുന്ന് പോണാ? മര്യാദക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. അതെ, രണ്ട് സംസാരം നിർത്തിക്കേ. എനിക്ക് ശ്വാസം പിടിച്ച സമയം എന്താ? എനിക്ക് തോന്നുന്നതേ നിന്റെ ശ്വാസം നിന്നാലേ ഇവളുമാരുടെ പ്രശ്നം തീരുള്ളൂന്നാ. എന്റെ അമ്മായിക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞില്ല. ഇത് എനിക്ക് ഇടപെടാൻ പറ്റൂല. ഇത് രണ്ട് ഭാഷ, രണ്ട് സംസ്കാരം, സെറ്റ് ആവൂല. നീ സീതമ്മേ ഒന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരണ്ട. ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ ഇവിടുന്ന് മാമ ഇല്ലാതെ എങ്ങനെയും പോവില്ല. ഓ, അതെ, നീ ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോകും. ഞാനോ? അല്ല, ഞാനോ? ആടാ ആടി, നീ തൽക്കാലം ഒന്ന് വീട്ടിലേക്ക് പോകും. ഈ മരുന്നൊക്കെ കഴിക്കണല്ലേ, മരുന്ന് കഴിക്കാണ്ടിരുന്ന അസുഖം കൂടും. അസുഖം? ആർക്കസുഖം? ആർക്കസുഖന്ന്? ഇവിടെ ആർക്കസുഖം? എനിക്കോ? അതെ, ഇപ്പൊ എനിക്ക് അസുഖമൊന്നുമില്ല. പക്ഷെ ഉത്തമേട്ടനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അസുഖം വല്ലതും വരും. അതെ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. തൽക്കാലം ഇപ്പൊ വീട്ടിലേക്ക് പോകും. ഇനി എന്നെ കള്ളം പറഞ്ഞ് ഉപേക്ഷിക്കാൻ നോക്കണ്ട. ഇനി എന്നെ ഉപേക്ഷിച്ചാ ഈ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവും. അവള് പറഞ്ഞു കേട്ടാ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇവളെ മര്യാദക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ ഉത്തരത്തിൽ ഞാനായിരിക്കും കെട്ടി തൂങ്ങിച്ചാവുക. അമ്മായി ഇത് കേട്ടാ? അമ്മായി, അതെ, രണ്ടുപേരും അവിവേകം ഒന്നും കാണിക്കരുത്. പറഞ്ഞു കൊടുങ്ങോളൂ. ഇവിടുത്തെ ഉത്തരത്തിനെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാരം താങ്ങാനുള്ള കരുത്തില്ല. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. അല്ല അമ്മായി. അങ്ങനെ തന്നെയാ മാമ. അതെ, ഞാനൊന്ന് പറഞ്ഞ കേട്ടു. ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. പോയപ്പച്ചി. അമ്മേ, അമ്മേ. എടി,
ആലോചിക്കുമ്പോ തന്നെ എന്റെ മേലിങ്ങനെ തരിക്കുന്നു. അവസാനം ഈ ഉത്തരത്തിന്റെ കഴുക്കോലിന് ബലം കുറവാന്ന് പറഞ്ഞ് ഒരു വിധത്തിലാണ് രണ്ടിനെ ഞാൻ ആത്മഹത്യന്ന് പിന്തിരിപ്പിച്ചത്. അത് ശരി. കഴുക്കോലിന് വില തന്നെ നമ്മുടെ കിണറിന് നല്ല ആഴമുണ്ടല്ലോ, അതിനകത്തോട്ട് രണ്ടും ചാടിച്ചാകാമല്ലോ. എന്റെ നാത്തൂനെ പതുക്കെ പറ. നീ കിണറെന്നൊക്കെ കേട്ടിട്ട് വേണം രണ്ടും കൂടെ കെട്ടുങ്കരയിലോട്ട് ഓടാൻ. അയ്യോ, ഞാൻ പറഞ്ഞിട്ട് വേണം അവര് കിണർ എവിടെയാണെന്ന് അറിയാനായിട്ട്. നീ പോവണേ കൊടുക്കും. ഷാന, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. അത് മനസ്സിലാക്കിയോണ്ടാണല്ലോ എന്താന്ന് ചോദിച്ചത്. എന്റെ അമ്മ, ഞാൻ ഒന്ന് മുഴുവൻ പറഞ്ഞോട്ടെ. പറയ്. അതെ, ഇത്ര നാള് ഞാൻ വിചാരിച്ചത് സാറമ്മയുടെ ഞാൻ കണ്ടതിൽ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ത്രീ. ഇപ്പൊ നിന്റെ അഭിപ്രായം മാറി. അതിന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. പ്രണയത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്ന ഉത്തരേച്ചിയെ പോലുള്ള പെണ്ണുങ്ങളുള്ളപ്പോഴേ സാറാമ്മയുടെ ഒക്കെ അതിന്റെ താഴെ വരുള്ളൂ. എടി, ഇതിന് പ്രണയമെന്നല്ല പറയുന്നത്, നട്ടപ്രാന്തെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ എപ്പോഴാ പ്രണയത്തെ അംഗീകരിച്ചിട്ടുള്ളേ? എടി നീ ആ വർത്താനം പറയരുത്. നീയും അമ്പിളിയും തമ്മിലുള്ള പ്രണയം ഞങ്ങൾ അംഗീകരിച്ചോണ്ടല്ലേ നീ ഇപ്പൊ നീ ഡയലോഗ് പറയുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പൊ ഉത്തരേച്ചിയുടെ ദിവ്യ പ്രണയത്തെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഉത്തരയ്ക്ക് നല്ല തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവക്ക് ഇതെന്തിന്റെ കുഴപ്പമാ? അപ്പച്ചി, ഇങ്ങനൊന്നും പറയല്ലേ. മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരെ തലയ്ക്ക് സുഖമില്ലാത്തതൊന്നും പറയരുത്, അതൊക്കെ മോശമാ. എന്തിന്റെ പേരിലായാലും ശവം വീഴാൻ പോണത് കൂട്ടിലപ്പാട് തറവാടിന്റെ അകത്തളത്തില്, അത് ഉറപ്പ്. ഇങ്ങനെ ഓരോന്ന് പറയല്ലേ നാത്തൂനെ. അതിന് ഇവിടെ ആരും മരിച്ചില്ലല്ലോ. അല്ല, അതിനിപ്പോ അധികം സമയം വേണ്ടല്ലോ. സീതാലക്ഷ്മി, നീ കുറിച്ചു വെച്ചോ, 2-1 ഇന്ന് നേരം വെളുപ്പിക്കുകയല്ലോ. ഉറപ്പ്. അമ്മേ, ഇവിടെ കിടന്ന് ആരെങ്കിലും ആത്മഹത്യ ചെയ്താലേ നമുക്ക് ഈ തറവാട് അടച്ചിട്ടിട്ട് മൊത്തത്തിൽ ജയിലിൽ പോയി കിടക്കാം. ഭഗവാനെ, അടുത്തടുത്ത സെല്ല് കിട്ടിയാ മതിയായിരുന്നു. അല്ലേടി നാത്തൂനെ? ഒന്ന് പോ എന്റെ നാത്തൂനെ. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അനർത്ഥമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കും. അയ്യോ, എണ്ണ മാത്രമാക്കുന്നതിന് കുറച്ച് തിരിയും കൂടെ ഇട്ട് കത്തിച്ചു. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എവിടെ കൊണ്ടുപോയി വെച്ചത്? അക്ക, എന്താ നോക്കണേ? വാക്കത്തി. വാക്കത്തിയോ? വാക്കത്തി എന്തിനാ അക്ക? എന്തിനാന്ന് പറഞ്ഞാലേ നിങ്ങൾ വാക്കത്തി എടുത്ത് തരുള്ളോ? അങ്ങനെയല്ല. ഇവിടെ എവിടെ കൊണ്ടുപോയി വെച്ചത്? ഇത് പ്രശ്നാടി. ഉത്തരേച്ചി തൊട്ടാനുള്ള പരിപാടി ആയിരിക്കും. വാക്കത്തി കിടച്ചാച്ചി. അക്ക വേണ്ട, അക്ക വേണ്ട. എന്നാ എനിക്ക് വാക്കത്തി വേണോടി? വേണ്ട അക്ക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. താഴേക്ക്. എടി, വാക്കത്തി ചെയ്യേണ്ട ജോലി വാക്കത്തി തന്നെ ചെയ്യണം. അത് സംസാരിച്ച് ശരിയാവില്ലേ? അങ്ങനെ പറഞ്ഞ പറ്റില്ല. അക്ക, അക്ക വാക്കത്തി വിട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നാ പ്രശ്നം? അക്ക, ഈ തറവാട്ടില് വയലൻസ് പറ്റൂല. എനിക്ക് വാക്കത്തി വേണോടി. പക്ഷെ കൊലപാതകയാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൊലപാതകയാ? അതിന്റെ തമിഴ് പറയണേ. അക്ക കൊലകാരി ആവാൻ സമ്മതിക്കൂലെന്ന്. ഇല്ല, സമ്മതിക്കില്ല. ഞങ്ങൾ ചവിട്ടിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അതെ, അക്ക ഞങ്ങളെ വെട്ടിട്ട് പോയാ മതി. നിങ്ങൾ രണ്ടുപേരും എന്നെ പേസത്. മരതകം, ഈ ചേനയെ പിടിച്ചോണ്ട് ഞാൻ എത്ര നേരം അവിടെ നിൽക്കണോടി? ഒരു വാക്കത്തി എടുത്തോണ്ട് എത്ര താമസോ? എനിക്ക് വാക്കത്തി കിടച്ചാച്ച് ആന ഇവർ രണ്ടുപേരും എന്നെ വിടുന്നില്ല. നിങ്ങൾക്ക് എന്താടി പ്രശ്നം? ചേന വെട്ടാനായിരുന്നോ വാക്കത്തി? നീ എന്താ വിചാരിച്ചത്? ചേന വെട്ടാനാന്ന്. നീയോടി? ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. മാമിയാരേ, ചേന വെട്ടണത് എങ്ക കൊലപാതകമാ? കൊലപാതകോ? ഇവരെന്നെ കൊലകാരിന്ന് വിളിച്ച്. അത് നിനക്ക് പ്രാന്താ. നീ വാവട്ടെ. ഉത്തരേച്ചിയെ വെട്ടാൻ വാക്കത്തി. കുമാരേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നീ എന്താ തിരുത്താഞ്ഞേ? എനിക്ക് ചേച്ചി വിശ്വാസം ഇതുകൊണ്ട് വാക്കത്തി എടുത്ത് പോകുന്നു. വേണ്ടായിരുന്നു. അല്ല, നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്? അല്ല, അമ്മാവനൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് ഓർത്താ. എന്തോത്തിന്റെ കമ്പനിയാ? അതല്ല മാവ്, ഒന്നും നടക്കാനല്ല. അപ്പൊ ചുമ്മാ മാമന്റെ കൂടെ നടക്കാം. ഇങ്ങനെ നടന്നാ ഒരുത്തി അത് വന്നിരിക്കുന്നത്. ഏത് ഉത്തരണോ മരുതകമാണോ?
ഉത്തമോ ഓ ഇങ്ങനെ വന്നേടാ. എന്താ അമ്മാവ? നിന്നെ ഞാൻ തല്ലാത്ത എന്താണെന്നറിയാം. ഞാൻ തല്ലിയാ നീ നന്നായി പോകും. അതുകൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല. ഇങ്ങനെ നീ നിന്ന് നീ അങ്ങ് അന്യം നിന്ന് പോണം. അമ്മാവ് ശപിക്കല്ലേ അമ്മാവ? ശപിച്ചല്ലടാ, കാര്യം പറഞ്ഞാ. ഓ ഇങ്ങനെയും കാര്യം പറയുവോ? അതെ, എനിക്ക് അകത്തേക്ക് കയറാൻ പേടിയാ. ഒന്നല്ലെങ്കിൽ മരതകം, അല്ലെങ്കിൽ ഉത്തര, ഇതും അല്ലെങ്കിൽ എൻ്റെ അമ്മ. മരണം ഉറപ്പാ. അമ്മാവൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്കൊരു ധൈര്യമോ, പെട്ടെന്ന് ആരും കൂടെ അടുക്കില്ലല്ല. അതാ ഞാനിങ്ങനെ പറ്റി നടക്കണത്. ഇവിടെ ഞാനൊന്ന് ബാത്റൂമിൽ പോയിച്ചു വരട്ടാ. ഞാൻ പുറത്തു നിന്നോളാം. ഇവിടെ ഇതെന്തൊരു ശല്യമാന്ന് പറ, ഓരോന്ന് ഒപ്പിച്ച് വെച്ചു. ഉത്തമ, നീ ഇവിടെ വന്നിരിക്കണോ? ഞാൻ അമ്മാവനായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞ കൊച്ചു വർത്താനം പറഞ്ഞിരുന്നോ? അതെ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാട്ടോ. എന്താ നിന്നെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ വന്നാ? എന്നെയല്ല, നിന്നെയാണ് കൊല്ലാൻ വരുന്നത്. എന്നെ? ആ, ആര്? ഉത്തരേ മരതകോ അമ്മ? ആരാ അവര് മൂന്നാളുമില്ല, ഉത്തരയുടെ ആങ്ങളമാര്. ആങ്ങളമാരാ? ആ, അവര് കടന്നിൽ കൂടെ ഇളകിയമാരെ അങ്ങോട്ട് വരാൻ നിൽക്കണ ഉത്തമാട്ടോ. അവരെന്തിനാ എന്നെ കൊല്ലണത്? എടാ, അവളിപ്പോ കൊട്ടിലപ്പാട്ട് വന്നിരിക്കില്ലേ, നീ അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു അവര് വിചാരിച്ചിരിക്കണേ. അതിന് അവള് തന്നെ വന്ന് കയറിയതല്ലേ? അത് നിനക്കല്ലേ അറിയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം നീ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയത് അവളെ തട്ടിക്കൊണ്ടുപോകാനാണെന്ന് അവരുടെ ആങ്ങളമാര് പറയണത്. അച്ഛാ, ആ ആങ്ങളമാരെ കുറിച്ച് അറിയോ? വട്ടമര, അവളെക്കാട്ടും വട്ടമര, നായിക്കാട്ടാണ് മൂന്നാളും. പുണ്ണി, അവിടെ ആങ്ങളെ ഒരുത്തും ജയിലിൽ കിടക്കില്ലേ? ആ ബുൾസേ സോമനല്ലേ, ജീവപര്യന്തം കഴിഞ്ഞിപ്പോ പുറത്തിറങ്ങിയ ആള്. അവൻ പുറത്തിറങ്ങിയോ? ആ, വല്ല മോഷണ കേസായിരിക്കുമല്ലേ? മോഷണ കേസല്ല, കൊലപാതകം. കൊലപാതകോ? ആ, ബുൾസേ കഴിക്കാൻ ഒരു കടയിൽ കയറി. അപ്പൊ ബുൾസേ ഉണ്ടാക്കുന്ന ആളിടക്കണേ ഈ ബുൾസയുടെ ഉണ്ണി ഉടഞ്ഞു പോയി. അതിന് ദേഷ്യം പിടിച്ചിട്ട് ആ ചട്ടി എടുത്ത് തലക്കടിച്ചു. സ്പോട്ടിൽ തീർന്ന ആള്. അമ്മാവാ, അമ്മാവന് ഈ വീട്ടിലെ കാരണവരല്ലേ? എന്താ അപ്പൊ ഈ മുറ്റത്ത് ചോരപ്പുഴ ഒഴുകാതിരിക്കാൻ അമ്മാവൻ അവളൊന്ന് പറഞ്ഞുകൂടിയൊന്ന്. എന്തൊരു കഷ്ടമാണ്. അച്ഛാ, എന്തെങ്കിലും ചെയ്തു കൊടുക്കട്ടോ. അവളെക്കാട്ടും പ്രാന്തനാണ് ആ മൂത്ത ആങ്ങളെ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ കൊട്ടിൽപ്പാട്ടിന് മുന്നിൽ ചോരപ്പുഴ ഒഴുകും, ഞാൻ പറയാം. അമ്മാവാ, ഞാൻ കാല് പിടിക്കാം. കാലിൽ പിടിക്കണ്ട, ഒന്ന് പറഞ്ഞുകൂടാ അവളാ. അപ്പൊ അങ്കി എന്തി അവിടെ എങ്ങനെ കാണും? അച്ഛൻ പോയി നോക്ക്. അമ്മാവ ഇങ്ങനെ ലാഗടിക്കാതെ ഒന്ന് ചാടി നിൽക്ക്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. അമ്മാവനൊരു ഉഷാറില്ലട്ടാ. ഈ പ്രായത്തിലൊക്കെ ഒരു ജില്ലായിട്ട് നിൽക്കണം. എടാ, ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നീ എന്തിനാ തമിഴ്നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ട് കെട്ടിയെടുത്തേ? ഞാൻ എന്ത് കുഴപ്പമുണ്ടാക്കി? ഈ പ്രാവശ്യം കുഴപ്പമുണ്ടാക്കിയത് മുഴുവൻ നീയല്ലേ? ഞാനോ? എങ്ങാണ്ടും വെറുതെ ഇരുന്ന പെണ്ണിനെ വിളിച്ച് ജാതിത്തോട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നോട് പോയി കാണാൻ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ എനിക്ക് കണ്ടാന്ന്. ഒന്നങ്ങനെ തന്നാണ്ടല്ലോ, നന്ദില്ലാത്തവനെ. അല്ല, അതെ, ഇവളുടെ ആങ്ങളമാര് എന്ത് സൈസ് ഉണ്ടാവും? ആങ്ങളമാര് ഇത്രയൊക്കെ ഉണ്ടാവും. അച്ഛനേ അല്ല, ഒരാളുടെ കയ്യിന്റെ അളവാ പറഞ്ഞു ഞാൻ. അയ്യോ, നീ നോക്കടാ, നിന്നെ അവരൊന്ന് സിംഗിൾ ബുൾസൈ അടിക്കും. എന്നാ അത് ഞാൻ ഡബിൾ ആക്കും. എങ്ങനെ? അവളെ വിളിച്ചിട്ടുണ്ടെന്ന് നീയാന്ന് ഞാൻ പറയും. അപ്പൊ ഡബിൾ ബുൾസൈ ആവും. ഉത്തമ, എടാ നീ ഇവിടെ കിടന്ന് കരയാതെ എങ്ങനെയാലും അമ്മാനെ കൊണ്ട് അവളൊന്ന് പറഞ്ഞു പിടിക്കാൻ നോക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ. അച്ഛൻ എന്താ ചെയ്തോട്ടെ. എന്നാ ഞാനിവിടെ ഇരിക്കാൻ പോവാ. അവിടെ ഇരുന്നോ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതുവഴി ഓടാല. അവരന്വേഷിക്കണ ഉത്തമനെയാണ്, അപ്പുണ്ണീനെ അല്ല. ഞാൻ പറയാം എന്റെ പേര് അപ്പുണ്ണിന്നാന്ന് പറയും, നിന്റെ പേര് ഉത്തമൻ എന്ന് പറയും. പോടാ അവിടുന്ന്. ഒരു മിനിറ്റോ, എന്ന് ഓർത്ത് നോക്കട്ടെ, പറയാവേ. ചേച്ചി, ഓ, ഓർമ്മയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാ മതി. ഇല്ല, ഇപ്പൊ തന്നെ പറയണം. ഓർത്ത് നോക്കട്ടെ. ഉത്സവത്തിന്റെ കഥ പറയാ. അല്ല, അതന്നെയല്ലേ ഇപ്പൊ 4 പ്രാവശ്യം പറഞ്ഞേ. അത് വേറെ ഉത്സവം, ഇത് നമ്മുടെ അമ്പലത്തിലെ ഉത്സവാ. ഞാനേ കുഞ്ഞായിരിക്കുമ്പോ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിക്കാന് ഒരു വലിയ ആനനെ കൊണ്ടുവന്നു. ആനയുടെ പേര് പോട്ടെ, കഥ പറ. ഇല്ല, പേര് അറിഞ്ഞാലൊരു ഗുമ്മുള്ളൂ. ഉത്തമേട്ടനോട് സാമ്യമുള്ളൊരു പേരാ അത്. തൃശ്ശൂര് രമണൻ. കാണാനാണെങ്കിൽ ഉത്തമേട്ടനെ പോലെ തന്നെ ഇരിക്കും. വലിയ മീശയൊക്കെ ഉണ്ടോ? ഇല്ല, 2 വലിയ കൊമ്പുണ്ട്. ആ ആനയുടെ ആനവാല് പറിച്ചു തരാന്ന് പറഞ്ഞിട്ടാ ഉത്തമേട്ടൻ ആദ്യമായിട്ട് എന്നെ പറ്റിച്ചത്. ആനവാല് പ്രതീക്ഷിച്ചവരൊക്കെ പറ്റിക്കപ്പെട്ടിട്ടേ ഉള്ളു ചേച്ചി. പിന്നെ ആരെങ്കിലും പറ്റിച്ചോ? എന്നെ പറ്റിച്ചിട്ടുണ്ട്. ആര്? എന്റെ അമ്പിളിക്കോ അല്ലാതാരാ. അതെ, പണ്ട് കേബിൾ കണക്ഷൻ തരാൻ വീട്ടിൽ വരുമ്പോ ഈ ആനവാല് തരാന്ന് പറഞ്ഞിട്ടാ എന്റെ പുറകെ കൂടിയത്. ഈ ആനവാല് കയ്യിലുണ്ടെങ്കിൽ പേടിക്കൂലെന്നല്ലേ. എനിക്കാണോ രാത്രി ഭയങ്കര പേടിയാ.
എന്നിട്ട് അവസാനം ഈ അമ്പിളിക്ക് എന്താ ചെയ്തതെന്നറിയോ? ഈ മറ്റേ കേബിളില്ലേ, അതിന്റെ വയറ് ചെറുതായിട്ട് ചെത്തിയെടുത്ത് ആനവാല് പോലെ ആക്കിയിട്ട് എനിക്ക് കൊണ്ട തന്നു. ദുഷ്ടൻ. അയ്യോ, അമ്പിളിക്ക് പാവാ. ഉത്തമേട്ടനെ പോലെ പറ്റിച്ചൊന്നുമില്ല. എന്നോട് പറഞ്ഞല്ലോ സത്യം, പിന്നീട് തുറന്നു. പാവം ചേച്ചി. അയ്യോ, ആനയുടെ കഥ പറഞ്ഞു തീർന്നില്ല. എന്തുവാ രണ്ടുപേരോട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണോ? അച്ഛാ, ഉത്തരയിച്ചേ ഉത്തമേട്ടന്റെ പഴയ കഥകൾ പറയായിരുന്നു. എന്താ കഥയാ? അവനൊരു കഥയില്ലാത്തവനല്ലേ മോളെ? അച്ഛാ, ഞാനും കരുതിയ കഥകളൊന്നും ഇല്ലാന്നാ. പക്ഷെ ഉത്തരേച്ചി പറഞ്ഞപ്പോഴാ മനസ്സിലായത് ഇഷ്ടം പോലെ കഥകളുണ്ടെന്ന്. അതെ മോളെ ഉത്തരേ, ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടീനോട് പറയാനുണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണം, ഉത്തമേട്ടനെ മറക്കണം എന്നൊക്കെയല്ലേ? അയ്യോ, ഇത്ര കൃത്യമായിട്ട് മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കണം. കുട്ടി എങ്ങനെ ഈ ഉത്തമന്റെ പിന്നാലെ പിന്നെയും നടക്കണേ? എനിക്ക് ഉത്തമേട്ടനെ മറക്കാൻ പറ്റൂല. മോളെ, ഉത്തമൻ മോടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടേ അതൊരു നഷ്ടമായിട്ടൊന്നും കാണണ്ട. അതിന് മോടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമായിട്ട് കണ്ടാ മതി, അല്ല അളിയാ? പിന്നല്ലേ. അപ്പൊ ഉത്തമേട്ടന് വേണ്ടി ഞാൻ ഇത്രയും നാള് കാത്തിരുന്നതിന് ഒരു അർത്ഥമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ അർത്ഥമില്ലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊരു വലിയ തിരിച്ചറിവായില്ലേ? ഉത്തമേട്ടനെ മറക്കാൻ എനിക്ക് പറ്റൂല. ഇനിയുള്ള കാലമേ ഉത്തമേട്ടന്റെ വിധവയായിട്ട് ഞാൻ ഈ വീട്ടിൽ ഏതെങ്കിലും കോണിൽ ജീവിച്ചോളാം. മോളെ, ഇവിടെ ഉള്ളവരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഉത്തരേ കൊണ്ട് വന്നാലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛാ, ഇവിടെ ഉള്ളവരെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആരോദ്ദേശിച്ചാ? അതെ, മോളെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ. അതേ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? കുട്ടി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നോടത്തുനിന്ന് അങ്ങോട്ട് കുട്ടിയുടെ ആങ്ങളന്മാര് വേണ്ട അവസ്ഥയിലാണ്. എന്താ അവര് ചെയ്തു കൂട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ കഴിഞ്ഞുകൂടിയ കുടുംബങ്ങളല്ലേ നമ്മള്. ഇനിയിപ്പോ കുട്ടി ഇവിടുന്ന് തിരിച്ചു പോകില്ലാന്നും കൂടി അറിഞ്ഞാൽ 2 തറവാട്ടുകാരും കൂടി വേണ്ട ലഹളയാവും. എന്തിനാ അതിനൊക്കെ നിൽക്കണേ? നമ്മള് പരസ്പരമുള്ള സ്നേഹം അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കണോ? കുട്ടി വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോണല്ലേ നല്ലത്. മോളെ, ഉത്തമനെ കല്യാണം കഴിക്കാത്തതിലേ മോള് വിഷമിക്കൊന്നും വേണ്ട. അണ്ടേ, ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ പങ്കിയോട് ചോദിക്കും. അല്ല, അത് ഒരു പരിധി വരെ ശരിയാ. നമ്മുടെ ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം അങ്ങോട്ട് പോയി കിട്ടും. ഇതപ്പം ആലോചിച്ച് നോക്കൂ, കുട്ടിക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം, എവിടെ വേണമെങ്കിലും പോവാം, എപ്പോ വേണമെങ്കിലും ചെല്ലാം. ആരും ചോദിക്കാനില്ല. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇതൊന്നും നടക്കില്ല. അത് ശരിയാ ചേച്ചി. കല്യാണം കഴിഞ്ഞാലേ നമ്മുടെ സ്വാതന്ത്ര്യം മൊത്തം പോവും. പിന്നെ നമ്മൾ അമ്മായിമ്മയുടെ വരച്ച വരയിലായിരിക്കും നിൽക്കുക, അല്ലേ അച്ഛാ? കറക്റ്റ്. അത് മാത്രല്ല, എന്റെ അമ്മായിമ്മ സീതാലക്ഷ്മി ആണെങ്കിലും പറയാം, കുറച്ച് കുറവുണ്ട്. പക്ഷെ ചേച്ചി കല്യാണം കഴിച്ചിരുന്നെങ്കിലോ അപ്പച്ചി അയനെ അമ്മായിമ്മ. അപ്പോഴേ ചേച്ചിക്ക് സ്വാതന്ത്ര്യത്തിന്റെ പോലും ചിന്തിക്കേണ്ടി പോലും വരൂലായിരുന്നു, അല്ലേ മങ്കിയമ്മ? പിന്നല്ലേ. അയ്യോ, കുട്ടിക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടേ കേട്ടോ കുട്ടി. അല്ല, അങ്ങനെയാണെച്ചാലേ വേറെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട. നല്ല രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് പറ്റി അവസാനിച്ചോട്ടെ. കുട്ടിയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി തരാം. ഞാനും വരാം, അളിയനും വരാം. എന്താ കുട്ടി മറുപടി ഒന്നും പറയാത്തേ? അത് നിങ്ങളുടെ വേദാന്തം കേട്ടിട്ടൊന്നുമല്ല. എന്റെ വീട്ടുകാര് കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്താ വെച്ചാ നോക്കിയിരിക്കുന്നേ? എന്നെ കൊണ്ട് വീട്ടിലാക്കണ്ടേ? പോയി ഷർട്ട് മാറിയിട്ട് വാ. അതെ, ഈ മഴവില്ലിന്റെ കളറുള്ള ഷർട്ട് ഇട്ടാ മതിയേ. എനിക്കതില്ലല്ലോ അളിയാ. ഇടിവാളുടെ ഏതെങ്കിലും മാറ്റിയിട്ട് വാ. പോരൂട്ടോ, പോരും. അല്ല, എന്താ കല്യാണം കഴിക്കാത്തെ? എന്നെ പോലെ പ്രേമുണ്ടായിരുന്നോ? അല്ല, അത് കെട്ടണ സമയത്ത് താലി എടുക്കാൻ മറന്നുപോയി. താലി എടുക്കാൻ മറന്നുപോയ ആളാ എന്നെ കൊണ്ട് വീട്ടിലാക്കാൻ പോകുന്ന. എന്നെ കൊണ്ടാക്കാൻ മറക്കും എന്തോ. എന്തായാലും കൊണ്ടോ. ഷാഹിന എന്തായി ഇറങ്ങിയ? എന്റെ അക്ക ഇപ്പൊ ഇറങ്ങും. ഇങ്ങനെ തിരക്ക് പിടിക്കല്ലേ. എന്തായാലും അവൾ ഇറങ്ങാന്ന് പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാണേണ്ടി വരുമായിരുന്നു.
അപ്പൊ മരതകത്തിന് കേരള പോലീസില് പരിചയക്കാരുണ്ടോ? അതുകൊണ്ടല്ല, ഞാൻ അന്ത ഉത്തരയെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാണ്. നിങ്ങൾക്ക് ഈ കൊല്ലലും കൊലയല്ലാണ്ട് വേറെ പ്രതിവിധിയൊന്നും ഇല്ലേ? ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് അന്ത പഴക്കന്താ. അവളെ ഇറങ്ങി വരുമ്പോ നീ ഒന്നും പറയാൻ നിക്കണ്ടാട്ടാ. ഞാൻ ഒന്നും പേസ മാട്ടെ. ആ അതെ, ഒരു തരത്തില ഞാൻ ആ ചേച്ചി ഒന്ന് സമ്മതിപ്പിച്ച പോകാൻ. ആര്? ഞാന്. നീയാ? ആ അപ്പൊ പങ്കിമാവനും അച്ഛനും സംസാരിച്ചല്ലോ. പങ്ക്യാപ്പനും അച്ഛനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ ഉള്ളൂ. അതെ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കിയത് ഞാനാ. പിന്നെ അവർക്ക് അവിടെ നിന്നുകൊണ്ട് ക്രെഡിറ്റ് വേണമെന്നാണെങ്കിൽ അവരെടുത്തോട്ടെ, കുഴപ്പമില്ല. അവരിപ്പോ വരും ഒന്നും ചോദിക്കാതെ. അപ്പുണ്ണേട്ട് അതൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉത്തരേച്ച് ഇങ്ങനെ പോകുമ്പോ നമ്മൾ അതൊക്കെ ഇടയ്ക്കൂടെ ചോദിക്കുന്നത് ഭയങ്കര മോശല്ലേ? എടാ, ഉത്തമൻ എവിടെ പോയി? അവരെ പറ്റി മിണ്ടരുത്. ഉള്ള പ്രശ്നം മൊത്തം ഉണ്ടാക്കിയിട്ട് ഉത്തമെങ്കെന്ന് അവരെങ്കയോ പോയി തൊലയിട്ടു. എന്നെ യാത്രയാക്കാൻ കൂടിയാണോ എല്ലാരും? അല്ല, ഞങ്ങളെല്ലാരും ഇവിടെ വെറുതെ നിൽക്കായിരുന്നു. അല്ല, ഉത്തമേട്ടൻ എന്തേ? ഉത്തമ ഇവിടെ ഇല്ല. പോയി